മൂവാറ്റുപുഴ പുഴയിൽ ചാടി മരിച്ച കുടുംബത്തിലെ പിതാവ് കൊല്ലങ്കോട് എലവഞ്ചേരി സ്വദേശി. 2 മക്കളും ഭാര്യയുമൊത്താണ് നാരായണൻ പുഴയിലേക്ക് ചാടിയത്. മൂവാറ്റുപുഴ പായിപ്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ് കടുങ്കൈ ചെയ്തത്. വെള്ളിയാഴ്ചയാണ് സംഭവം. ടൗണിൽ നിന്ന് മാറിയുള്ള സ്ഥലത്തു നിന്നാണ് പുഴയിൽ ചാടിയത്. പാലത്തിലേക്ക് നീങ്ങിയ കുടുംബം പെട്ടെന്ന് പുഴയിലേക്ക് ചാടുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടോടെ നാരായണന്റെ ഭാര്യ കോതമംഗലം പായിപ്ര പാലക്കാപ്പറമ്പിൽ വിജിമോളുടെയും മകന്റെയും മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുത്തിയിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായാണ് മറ്റു 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത്. പാലക്കാട് നിന്ന് വർഷങ്ങൾക്ക് മുൻപാണ് നാരായണൻ കോതമംഗലത്തേക്ക് താമസം മാറ്റിയത്. അവിടെ നിന്ന് കാഴ്ചപരിമിതിയുള്ള വിജിമോളെ വിവാഹം കഴിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രയാസമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കരുതുന്നത്. നാരായണന് 45ഉം വിജിമോൾക്ക് 42ഉമാണ് പ്രായം. മകൾ ഹന്നയ്ക്ക് 7ഉം മകന് 2 വയസ്സുമാണുള്ളത്. കുട്ടികളുടെ വസ്ത്രങ്ങളും ചെരുപ്പും കടവിൽ നിന്ന് കണ്ടെടുത്തു. കോതമംഗലത്തെ ചെറുവട്ടൂർ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹന്നമോൾ 2 ദിവസമായി സ്കൂളിൽ എത്തിയിരുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കുടുംബം പട്ടണത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. അതേസമയം നാരായണനും ഭാര്യയുമായി തർക്കമുണ്ടായിരുന്നതായും പോലീസ് അതിൽ ഇടപെട്ടിരുന്നതായും പറയുന്നു. കുറച്ചുകാലം മുൻപ് വിജിമോൾ തനിച്ച് വേറിട്ട് താമസിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ഒരാഴ്ച മുമ്പ് വരെ നമ്മളുടെ മുമ്പിൽ അവർ വന്നതാണ് സഹായമൊക്കെ ആയിട്ട് അഭ്യർത്ഥിച്ചിട്ട്. ബഹുമാനപ്പെട്ട എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് സാറാണ് എൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത്. അപ്പം സാറ് അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടനയിൽ അവരെ ഒന്ന് താമസിപ്പിക്കണം, അവർക്ക് താമസ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏർപ്പാടാക്കിയത്. അപ്പോൾ അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമ്മൾ ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അപ്പം ഈ ഇന്നലെ കാണപ്പെട്ട സഹോദരിയുടെ ഒക്കെ ആണെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 90% അന്ധത ബാധിച്ചൊരു ആളായിരുന്നു. അപ്പം നമുക്ക് അവിടെ ആണുങ്ങളെ കൂടെ താമസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് നമ്മൾ തന്നെ കോതമംഗലം പോലീസ് തന്നെ നമ്മൾ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഡെയിലി റെൻറ്റിനൊക്കെ കിട്ടുന്ന ഒരു റൂമൊക്കെ കൊടുക്കുന്ന കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളിവരെ താമസിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വീടൊക്കെ നമ്മൾ റെഡിയാക്കി തരാം, അതുവരെ നിങ്ങളിവിടെ താമസിച്ചു, എൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. അവർക്ക് ആ സഹോദരിക്കും ആ ചേട്ടനും 2 മക്കളുണ്ടായിരുന്നു. മൂത്ത കുട്ടി പെൺകുട്ടിയും ഇളയതൊരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നമ്മളന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അതുവരെ നിങ്ങളവിടെ താമസിച്ചോ, വീട് നമ്മൾ റെഡിയാക്കി തരാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രോക്കർമാരുടെയൊക്കെ തിരക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ നെല്ലിക്കുഴി ഭാഗത്തുള്ള ഒരു വീട് നമ്മൾ റെഡിയാക്കി കൊടുത്തു. അങ്ങോട്ട് താമസിക്കാൻ വന്നോളാം നമ്മളോട് അറിയിച്ചു. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ അവിടെ താമസിക്കുന്ന നമ്മൾ ഏർപ്പാടാക്കിയ സ്ഥലത്ത് ചെന്നപ്പം അവിടുത്തെ ആൾ പറഞ്ഞു, ഇവരിങ്ങനെ രാവിലെ പള്ളി പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, മുറി പൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെയാണ് ഇങ്ങനത്തെ ഒരു ദാരുണമായൊരു കാര്യം ഇന്നലെ നമ്മൾ അറിയുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നപ്പം പെട്ടെന്നൊരു സംശയം തോന്നി. വൈകിട്ടോടുകൂടി അതൊരു കൺഫേം ആയി, അത് നമ്മളെ സഹായിച്ച ആള് തന്നെയാണ്. നമുക്ക് വല്ലാത്തൊരു കൂലിപ്പണിക്കാരനായിരുന്ന നാരായണന് സ്ഥിരമായി വരുമാനമുണ്ടായിരുന്നില്ല. UTV ന്യൂസ്, പാലക്കാട്.